ക്രൈം ഫയൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കാട്ടാക്കടയെ വിറപ്പിച്ച മോഷണ വാർത്തയിലേക്കാണ്. 60 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ അന്വേഷണത്തിന് ഇപ്പോൾ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. കാട്ടാക്കട സിയുടെ നേതൃത്വത്തിൽ 7 അംഗ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 25-ന് പുലർച്ചെയാണ് കാട്ടാക്കട സ്വദേശി ഷൈൻ കുമാറിന്റെ വീട്ടിൽ മോഷണം നടന്നത്. കൂടുതൽ വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, ക്രിസ്മസ് പുലരിയിൽ കാട്ടാക്കടയെ വിറപ്പിച്ച വലിയ മോഷണം, 60 പവൻ എന്നാൽ എത്രയോ ലക്ഷങ്ങളാണല്ലേ മോഷണം പോയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞോ പോലീസ്? മൈബാൻ, അത് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ കാട്ടാക്കട നിവാസികൾക്കുണ്ടായ അതേ ഞെട്ടലാണ് ഈ വാർത്ത അറിഞ്ഞവർക്കും ഉണ്ടായത്. കാരണം 60 പവൻ എന്ന് പറയുമ്പോൾ അതേതാണ്ട് 80 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകും. കുടുംബം ആദ്യം തന്നെ ഈ മോഷണം നടന്ന ശേഷം പറഞ്ഞത് 60 പവൻ സ്വർണം നഷ്ടമായി എന്നാണ്. അപ്പോഴാണ് ഈ മോഷണത്തിന്റെ വ്യാപ്തി മനസ്സിലായത്. നമുക്ക് ഇത്രയും മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 25-ാം തീയതി പുലർച്ചെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ 26-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോഴും ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും പരിചയമുള്ള ആളുകൾ തന്നെയാകും ഈ വീട്ടിലേക്ക് മോഷണത്തിനായി പ്രവേശിച്ചതെന്ന് കുടുംബം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. കാരണം ഈ പാതിരാ കുർബാനയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മോഷ്ടാക്കൾ എത്തുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള വീട്ടുകാർ ഇത്തരത്തിൽ പള്ളിയിൽ പോകുന്ന ആളുകളാണ്. അവർ ആ സമയത്ത് പള്ളിയിലായിരിക്കും എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് മോഷണത്തിന് എത്തിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസും ഉള്ളത്. പക്ഷേ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളിലേക്ക് എത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധിയായത്. എന്തായാലും അന്വേഷണം ഗൗരവത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം, 7 അംഗ സംഘം കാട്ടാക്കട CIയുടെ നേതൃത്വത്തിലാണ് 7 അംഗ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അവർ പ്രധാനപ്പെട്ട 12 പോയിന്റുകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അയൽവാസികൾക്കും മോഷ്ടാക്കളെ പറ്റി, അല്ലെങ്കിൽ മോഷ്ടാവിനെ പറ്റി ഇത് ഒരാളാണോ ഒരു സംഘമാണോ എന്ന് പോലും വ്യക്തതയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവരെ പറ്റി വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ പ്രദേശത്തുള്ള ആ സമയത്ത് വീടുകളിലില്ലായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ മാത്രമാണ് ഈ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീട്ടുകാരും അറിയിച്ചത്. എന്തായാലും വളരെ ഗൗരവത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം പ്രതികളിലേക്ക് എത്തുക എന്നതാണ് പോലീസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പ്രദേശത്തുള്ള 12 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബം പറയുന്നത് പോലെ 60 പവൻ സ്വർണം നഷ്ടമായോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ചോദിച്ചറിയാനുള്ള സംഭവം പോലീസ് നടത്തി. എന്തായാലും പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസുള്ള. അതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും വീടിനെ കുറിച്ചും വീട്ടു പരിസരത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുള്ള സംഘമാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ള ഒരു അനുമാനമാണ് പോലീസിനുള്ളത്. പക്ഷേ ഒരു ദിവസം പിന്നിടുമ്പോഴും ഈ പ്രതികളിലേക്ക് എത്താനുള്ള ലീഡ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും കാട്ടാക്കട സിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 7 അംഗ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് ഈ മോഷണം അന്വേഷിക്കുന്നതിന് വേണ്ടി. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.